നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ നടപടികൾ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിക്ഷകളിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വധശിക്ഷ വിധിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും സൗദി അറേബ്യയാണ്. ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങൾ വളരെ വിരളമായിട്ടാണ് ഇത് വിധിക്കുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ. കുവൈത്തിൽ വധശിക്ഷ വിരളമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ഒറ്റയടിക്ക് 7 പേരുടെ വധശിക്ഷയാണ് രാജ്യം നടപ്പാക്കിയത്. ഇപ്പോൾ കുവൈത്തിൽ ഇന്ത്യക്കാരിയായ സഹപ്രവർത്തകയെ കുത്തിക്കൊലപ്പെടുത്തിയ യുവതിക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അബ്ദുള്ള അൽ മുബാറക് ഏരിയയിൽ കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിലാണ് കൊലപാതകം അരങ്ങേറിയത്. എത്യോപ്യൻ വനിത റമദാൻ ആദ്യ ദിവസത്തിലാണ് സഹപ്രവർത്തകയെ കുത്തിക്കൊന്നത്. അടുക്കളയിൽ ജോലി പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ ചില തർക്കങ്ങൾ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. ഇത് വലിയ തർക്കമായാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അബ്ദുള്ള അൽ മുബാറക് ഏരിയയിലെ ഒരു കുവൈത്ത് പൗരന്റെ വസതിയിലാണ് കൊലപാതകം നടന്നത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കുവൈത്ത് പൗരൻ വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ അന്വേഷണ സംഘങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തി. ഇന്ത്യൻ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തു. പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ മാസം കൊലപാതക കുറ്റത്തിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സൈനികന് വധശിക്ഷ വിധിച്ച ഉത്തരവ് കുവൈത്തിലെ പരമോന്നത കോടതി ശരിവച്ചിരുന്നു. ക്രിമിനൽ കോടതിയും അപ്പീൽ കോടതിയും പുറപ്പെടുവിച്ച വിധിയിൽ അപാകതയില്ലെന്ന് കുവൈത്തിലെ കസേഷൻ കോടതി വിധിക്കുകയായിരുന്നു. അൽ ജുലയ്യ മരുഭൂമിയിൽ വെച്ച് ഒരു ബദുവിനെ, അതായത് മരുഭൂവാസിയായ ഗോത്രവർഗക്കാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് സൈനികൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൂടാതെ സിവിൽ കേസ് ബന്ധപ്പെട്ട വിഭാഗത്തിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. രാജ്യത്ത് 2022 രേഖപ്പെടുത്തിയ ആദ്യത്തെ കൊലപാതക കേസായിരുന്നു ഇത്. ഇരയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകമെന്ന ചോദ്യം ചെയ്യലിൽ സൈനികൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. കഴുത്ത് ഞെരിച്ചതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഓഫീസറാണ് സൈനികനെ പിന്നീട് അറസ്റ്റ് ചെയ്തത്. വ്യക്തിപരമായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവാവിനെയാണ് സൈനികൻ കൊലപ്പെടുത്തിയത്. 15 വർഷം ശിക്ഷിക്കപ്പെട്ട യുവാവ് 10 വർഷത്തിനു ശേഷം മാപ്പ് ലഭിച്ച് പുറത്തിറങ്ങിയതായിരുന്നു. മോചനം ലഭിച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.